പിറ്റേന്ന് ആ വഴിയിലൂടെ നടന്നുപോയവർ വഴിയിലെ ചോരപ്പാടുകളെ പിന്തുടർന്നെത്തിയത് അയാളുടെ ശവശരീരത്തിനടുത്തായിരുന്നു. രക്തം വാർന്ന് കണ്ണു തുറച്ചു കിടക്കുന്ന അയാളുടെ ശരീരം കണ്ട അവർ പരിഭ്രാന്തരായി നിലവിളിച്ചുകൊണ്ടോടി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പട്ടണത്തിൽ നിന്നും വനത്തിലൂടെ സഞ്ചരിച്ച യുവാവിനെ ഏതോ മൃഗം ആക്രമിച്ചു കൊന്നിരിക്കുന്നു എന്ന രീതിയിലാണ് വാർത്ത പ്രചരിച്ചത്. അയാളുടെ ബന്ധുക്കൾ ഗ്രാമത്തലവനെ കണ്ട് സങ്കടമുണർത്തിച്ചു. നിരവധി ആളുകൾ അന്വേഷണം നടത്തിയെങ്കിലും ഒരു ജീവിയെയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ പരിഭ്രാന്തരായി. പിന്നീട് ആ വനത്തിലൂടെ സഞ്ചരിക്കുന്നവരെല്ലാം തന്നെ ഭീകരമായ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. രക്ഷപ്പെട്ടവരിൽ നിന്നും യക്ഷിയുടെ സാന്നിധ്യമാണ് ഈ മരണങ്ങൾക്ക് പിന്നിലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പകലും ഇരുട്ട് നിറഞ്ഞ വനത്തിൽ യക്ഷി തൻ്റെ ഇരകളെ കണ്ടെത്തുവാൻ തുടങ്ങി. പകലും രാത്രിയിലും വനത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അവളുടെ മായാ സൗന്ദര്യത്തിൽ മയങ്ങിയവർ മരണപ്പെട്ടു. വനത്തിലൂടെയുള്ള യാത്ര എല്ലാവരും ഉപേക്ഷിക്കുവാൻ തുടങ്ങി. രാത്രിയിൽ സുന്ദരി വേഷത്തിൽ അവൾ യാത്രക്കാരെ കാത്തു നിൽക്കുകയും അവരെ വശീകരിച്ചു കൊണ്ടുപോയി കൊന്നു തിന്നുകയും ചെയ്തു. ഇക്കാരണത്താൽ വനത്തിലൂടെയുള്ള യാത്ര എല്ലാവരും ഉപേക്ഷിച്ചു. കൂട്ടമായും മറ്റു മാർഗങ്ങളും ജനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. ക്രമേണ വനത്തിലെ മാർഗം ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു രാത്രി ദൂരെ നിന്നും നായ്ക്കളുടെ കുര കേൾക്കാം. വനത്തിനടുത്ത് ഗ്രാമത്തിലെ കുടിലിനുള്ളിൽ അത്താഴം കഴിഞ്ഞ് അയാൾ ഉറക്കം തേടി കിടക്കുകയാണ്. അഴികൾ പിടിപ്പിച്ച ജാലകത്തിലൂടെ നിലാവെളിച്ചം ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അയാളും പ്രായമായ അയാളുടെ അമ്മയും മാത്രമാണ് ആ കുടിലിൽ താമസിക്കുന്നത്. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന വലിയ വനം ജാലകത്തിലൂടെ കാണാം. എപ്പോഴോ അയാൾ ഉറങ്ങിപ്പോയി. മനോഹരിയായ ഒരു യുവതി തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നത് അയാൾ സ്വപ്നം കണ്ടു. ഒപ്പം ആരോ തന്നെ വിളിക്കുന്നത് പോലെയും അയാൾക്ക് തോന്നി. കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു. ജാലകത്തിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കിയ അയാൾ കുറച്ചകലെ ഒരു രൂപം കണ്ടു. മങ്ങിയ ഒരു വെളുത്ത രൂപം. അവൾ ജാലകത്തിനടുത്തേക്ക് നടന്നു വരികയാണ്. വിളക്കിൻ്റെ തിരിയുയർത്തി അയാൾ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അതിസുന്ദരിയായ ഒരു യുവതിയാണ്. ജാലകത്തിന് അപ്പുറത്തു നിന്ന് അവൾ അയാളെ ആകർഷകമായി പുഞ്ചിരിച്ചുകൊണ്ട് മാടി വിളിച്ചു. എന്നിട്ട് പതിയെ തിരിച്ചു നടന്നു. ആരാണ് ആ സുന്ദരി? അവൾ എന്തിനാണ് ഇവിടെ ചുറ്റിത്തിരിയുന്നത്? അയാൾ അവളെ തന്നെ നോക്കി നിന്നു. അല്പദൂരം നടന്ന ശേഷം ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി മന്ദഹസിച്ച് അവൾ വീണ്ടും മുന്നോട്ട് നടന്നകലുവാൻ തുടങ്ങി. അയാൾ വാതിൽ തുറന്നു. അവളുടെ പിന്നാലെ മായാവലയത്തിനെന്നതുപോലെ ഇറങ്ങി നടക്കുവാൻ തുടങ്ങി. അവൾ തിരിഞ്ഞു നോക്കിയും വീണ്ടും നടന്നും ദൂരത്തിലേക്ക് നീങ്ങുകയാണ്. അയാൾ വേഗത്തിൽ അവളുടെ ഒപ്പം എത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൾക്ക് തൊട്ടു പിന്നിലെത്തിയ അയാളുടെ മുന്നിൽ നിന്നും ഉടനെ അവൾ അപ്രത്യക്ഷയായി. അവിടെ മുഴുവൻ അവളെ തിരഞ്ഞുവെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. മരങ്ങൾ തിങ്ങിക്കൂടിയ ആ പ്രദേശത്തെ ഇരുട്ടിൽ ചീവീടുകൾ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു മരച്ചുവട്ടിൽ അതാ അവൾ നിൽക്കുകയാണ്. അവൾ മെല്ലെ അയാളുടെ അരികിലേക്ക് നടന്നു വന്നു. പാലപ്പൂവിൻ്റെ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയാണ്. അവളുടെ സൗന്ദര്യത്തിൽ അയാൾ മതിമറന്നു നിന്നു. അവളുടെ കണ്ണുകളിലേക്ക് അയാൾ നോക്കി. ആ കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിക്കുവാൻ തുടങ്ങി. ക്രമേണ അവളുടെ രൂപം മാറുകയായിരുന്നു. ഒരു വലിയ നിലവിളി അയാളുടെ തൊണ്ടയിൽ കുരുങ്ങി. അയാളുടെ കഴുത്തിലേക്ക് അവളുടെ കൂർത്തപ്പല്ലുകൾ ആഴ്ന്നിറങ്ങി. ആർത്തിയോടെ അയാളുടെ കഴുത്തിലെ ഞരമ്പുകൾ അവൾ കടിച്ചു മുറിച്ചു. അയാളുടെ നിലവിളി കേൾക്കാൻ ആരും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് വൃദ്ധയുടെ മകനെ തേടിയിറങ്ങിയ നാട്ടുകാർക്ക് രക്തം പുരണ്ട അസ്ഥി കഷ്ണങ്ങളും ഇവയും മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും ലഭിച്ചു. അതെ,
അവൾ വനത്തിൽ നിന്നും പുറത്തിറങ്ങി വേട്ടയാടുവാൻ തുടങ്ങിയിരിക്കുന്നു. അവളെ ഭയന്ന് ജനജീവിതം ദുസ്സഹമായി. ആരും സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങാതെയായി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു നട്ടുച്ച സമയം പുഴയുടെ സമീപത്തു കൂടി സഞ്ചരിക്കുന്ന 2 യുവാക്കളിൽ ഒരാൾ കൈകാലുകൾ വൃത്തിയാക്കുന്നതിനായി പുഴക്കടവിലെത്തി. അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് അവൾ പരിഭ്രമിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് കാൽ വഴുതി അവൾ വെള്ളത്തിലേക്ക് വീണു. കൈകൾ ഉയർത്തി വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന അവളെ രക്ഷിക്കാനായി അയാൾ പുഴയിലേക്ക് ചാടി. അവളുടെ കൈകളിൽ പിടിച്ച് വെള്ളത്തിന് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു. കൂട്ടുകാരനെ തിരഞ്ഞ് രണ്ടാമൻ പുഴക്കടവിലേക്ക് വന്നു. പുഴയിലെ ഓളങ്ങൾ നിശ്ചലമായിരുന്നു. അവിടെയെങ്ങും ആരെയും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് വെള്ളത്തിന് നടുവിൽ ഒരു ശിരസ് ഉയർന്നു വരുന്നത് അയാൾ കണ്ടു. അയാളെ അത് രൂക്ഷമായി തുറിച്ചു നോക്കി. അലറി വിളിച്ചുകൊണ്ട് സർവശക്തിയും സംഭരിച്ച് അയാൾ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞോടി. പുഴയിൽ കണ്ട വിചിത്ര രൂപത്തെക്കുറിച്ച് എല്ലാവരോടും വിവരിച്ചു. അവരെല്ലാം അവിടേക്ക് ഓടിയെത്തി വളരെ നേരം തിരഞ്ഞുവെങ്കിലും ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. 3-ാം ദിവസം പുഴയുടെ മധ്യത്തിലൂടെ ഒരു ശവശരീരം ഒഴുകി നടന്നു. അത് കാണാതായ യുവാവിൻ്റേതായിരുന്നു. പകലും രാത്രി യക്ഷി അവളുടെ വേട്ട നിർബാധം തുടർന്നു. ഏതു വിധവും അവളുടെ ശല്യം അവസാനിപ്പിക്കുവാൻ ജനങ്ങൾ പല വഴിയും ആലോചിച്ചു. ഈ വിവരം മഹാമാന്ത്രികനായ കുഞ്ചമൻ പോറ്റിയുടെ ചെവിയിലുമെത്തി. ചാത്തൻ സേവ കൊണ്ട് അസാമാന്യമായ മാന്ത്രിക പ്രവൃത്തികളാൽ ഏറെ പ്രസിദ്ധരായിരുന്നു കുഞ്ചമണില്ലാതെ പരമ്പരകളെല്ലാം. ഈ യക്ഷിയെ തളയ്ക്കുന്നത് ഇനിയും തൻ്റെ പേരും പെരുമയും വർദ്ധിപ്പിക്കുമെന്നും ഒപ്പം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും പോറ്റി ചിന്തിച്ചു. ഉപാസനാമൂർത്തികളോട് അനുവാദം വാങ്ങി ഒരു സഹായിയോടൊപ്പം പോറ്റി ഇല്ലത്തു നിന്നും പുറപ്പെട്ടു. സന്ധ്യയോടെ അവർ വനത്തിനടുത്ത് എത്തി. അല്പനേരം വിശ്രമിച്ച ശേഷം രാത്രിയോടെ പോറ്റി വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇരയെ കാത്ത് അവൾ അവിടെ ഉണ്ടായിരുന്നു. ദൂരെ നിന്നും കുഞ്ചമൺ പോറ്റിയെ കണ്ട യക്ഷി സുന്ദര രൂപം ധരിച്ച് വഴിയിൽ കാത്തുനിന്നു. താമസിയാതെ പോറ്റിയും സഹായിയും അവളുടെ സമീപത്തെത്തി. താൻ വഴിതെറ്റി കാട്ടിനുള്ളിൽ പെട്ടുപോയതാണെന്നും തനിക്ക് വനത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ സഹായിക്കണമെന്നും യക്ഷി പോറ്റിയോട് പറഞ്ഞു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അനേകം പേരെ കൊന്നു തിന്ന ഉഗ്ര യക്ഷിയാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. തൻ്റെ ഒപ്പം പോരാൻ പോറ്റി യക്ഷിയോട് നിർദ്ദേശിച്ചു. അങ്ങനെ അവർ ഒന്നിച്ച് പുറപ്പെടുവാനൊരുങ്ങി. അല്പം ചുണ്ണാമ്പ് തന്നാൽ മുറുക്കാൻ ചവച്ചുകൊണ്ട് നടക്കാം. അവൾ ആകർഷകമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ, തരാമല്ലോ. പോറ്റി വെറ്റില ചെലത്തിൽ കരുതിയ കത്തി ചുണ്ണാമ്പ് പുരട്ടി അത് അവളുടെ നേരെ നീട്ടി. ഒരു ചുവട് പിന്നിലേക്ക് വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു, ഇതെന്താണ് കത്തിയിൽ പുരട്ടി ചുണ്ണാമ്പ് തരുന്നത്? ഞാൻ കുഞ്ചമൻ പോറ്റിയാണ്. രാത്രിയിൽ ചുണ്ണാമ്പ് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയാണ് എല്ലാവർക്കും നൽകാറുള്ളത്. നീ നമ്മോടൊപ്പം ഇല്ലത്തിലേക്ക് പോന്നോളൂ, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. പോറ്റിയെ തിരിച്ചറിഞ്ഞ യക്ഷി തന്ത്രപൂർവ്വം പിന്മാറാൻ ശ്രമിച്ചു. അല്പം ചുണ്ണാമ്പ് ചോദിച്ചിട്ട് തരാത്ത ആളോടൊപ്പം ഞാൻ വരുന്നില്ല, അവൾ പരിഭവിച്ചു. നിന്നെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ പോറ്റി കയ്യിലിരുന്ന വെള്ളിച്ചൂരൽ കൊണ്ട് തറയിൽ മന്ത്രകളം വരച്ചു. യക്ഷിയെ വരുതിയിലെത്തിക്കാൻ ഉപാസനമൂർത്തികളുടെ സഹായം തേടി. ശക്തമായ മന്ത്രപ്രയോഗത്തിലൂടെ യക്ഷിയെ വരുതിയിലാക്കാൻ പോറ്റി ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല. ഉപാസനാമൂർത്തികളുടെ സംരക്ഷണമുള്ളതുകൊണ്ട് മാത്രം ജീവനോടെ അദ്ദേഹത്തിന് തിരിച്ചു പോരാൻ സാധിച്ചു. അദ്ദേഹം ഇല്ലത്തേക്ക് മടങ്ങി. കുഞ്ചമൺ പോറ്റി പരാജയപ്പെട്ടപ്പോൾ ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരായി. അപ്പോഴാണ് അവർ കടമറ്റത്തെ മാന്ത്രികനായ കത്തനാരെക്കുറിച്ചറിഞ്ഞത്.
ഉടൻ നാട്ടുപ്രമാണിമാർ അവിടേക്ക് പുറപ്പെട്ടു. കത്തനാരെ സന്ദർശിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോൾ പോയിക്കൊള്ളൂ, ഞാൻ പിന്നാലെ എത്തിയേക്കാം. ക്ഷണം സ്വീകരിച്ച് കത്തനാർ തിരുവിതാംകൂറിലേക്ക് പുറപ്പെട്ടു. തിരുവിതാംകൂറിനും പത്മനാഭപുരത്തിനുമിടയിലുള്ള ആ വനത്തിലേക്ക് അദ്ദേഹം കയറി ചെന്നു. കാലങ്ങളായി ആ വഴിയെ ആരും സഞ്ചരിച്ചിട്ടില്ല. സഞ്ചരിച്ചവർ യക്ഷിയുടെ ഇരകളായി തീർന്നിട്ടുമുണ്ട്. വഴിതെറ്റി അതുവഴി എത്തിയ പുറംദേശക്കാർ അവളുടെ മായാവലയത്തിൽപ്പെട്ട് മരണമടഞ്ഞു. വഴിനീളെ കാട് പിടിച്ചു കിടക്കുന്നു. വഴിയും കാടും തിരിച്ചറിയാൻ കത്തനാർ ബുദ്ധിമുട്ടി. എങ്കിലും എല്ലാറ്റിനെയും അവഗണിച്ച് അദ്ദേഹം മുന്നോട്ട് നടന്നു. വനത്തിനുള്ളിലെ ഇലകൾ പടർത്തിയ ഇരുട്ട് രാത്രിയെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം നടന്ന് വനത്തിൻ്റെ മധ്യത്തിലെത്തി. അതാ സർവാംഗ സുന്ദരിയായ ഒരു യുവതി വനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നു. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ അവൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുവാൻ തുടങ്ങി. നിങ്ങളുടെ കയ്യിൽ ചുണ്ണാമ്പുണ്ടോ? ഉണ്ടെങ്കിൽ അല്പം തരൂ. കത്തനാർ സന്തോഷത്തോടുകൂടി കയ്യിൽ കരുതിയ ചുണ്ണാമ്പ് യക്ഷിയുടെ നേരെ നീട്ടി. ഇരവീണ സന്തോഷത്തോടെ യക്ഷി കത്തനാരുടെ വിരലുകളിൽ തൊട്ട നിമിഷം കത്തനാർ കണ്ണടച്ച് ധ്യാനത്തിൽ മുഴുകി. അടുത്ത നിമിഷം യക്ഷി കത്തനാരുടെ ബന്ധനത്തിലായി. അദ്ദേഹത്തിന് മുന്നിൽ ശക്തി ക്ഷയിച്ച് അവൾ നിന്നു. ചുണ്ണാമ്പ് കയ്യിൽ വാങ്ങിയതായാണ് യക്ഷിക്ക് തോന്നിയത്. എന്നാൽ കത്തനാർ മന്ത്രം ജപിച്ച് അവളുടെ ശിരസിൽ ഒരു ഇരുമ്പ് ആണി തറയ്ക്കുകയാണ് ഉണ്ടായത്. അത് അവൾ തിരിച്ചറിഞ്ഞില്ല. ചുണ്ണാമ്പ് കൊടുത്ത ഉടൻ കത്തനാർ നടന്നു തുടങ്ങി. ഒരു ദാസിയെപ്പോലെ യക്ഷിയും അദ്ദേഹത്തിന് പിന്നാലെ നടന്നു. യക്ഷിയെ കാണുവാൻ മറ്റാർക്കും സാധിക്കുമായിരുന്നില്ല. അവൾ കത്തനാരെ അനുഗമിച്ചു. ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി അദ്ദേഹം യാത്ര തുടർന്നു. അങ്ങനെ നടന്നും ഇടയ്ക്ക് ചില സത്രങ്ങളിൽ താമസിച്ചും 4-5 ദിവസം കൊണ്ട് അവർ കായംകുളത്ത് എത്തിച്ചേർന്നു. അവിടെ കത്തനാർക്ക് പരിചയമുള്ള ഒരു വീടുണ്ടായി. അദ്ദേഹം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പ്രത്യക്ഷയായ യക്ഷിയും കൂടെ പോയി. വീട് കത്തനാരുടെ ഒരു ബന്ധുവിൻ്റെ ആയിരുന്നു. അവിടെ വയോവൃദ്ധയും വിധവയുമായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യക്ഷിയെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, ഇവൾ ഏതാണ്? ഇവളിപ്പോൾ എൻ്റെ ജോലിക്കാരിയാണ്. എന്താ ചോദിച്ചത്? എനിക്ക് സഹായത്തിന് ഇവിടെ ഒരു പെണ്ണുണ്ടായാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതാണ് ചോദിച്ചത്. വിരോധമില്ല, വേണമെങ്കിൽ ഇവളെ ഇവിടെ താമസിപ്പിക്കാം. ഇത് കേട്ട വൃദ്ധയ്ക്ക് വളരെയധികം സന്തോഷമായി. അവർ യക്ഷിയെ തൻ്റെ പുത്രിയെപ്പോലെ വാത്സല്യപൂർവ്വം സ്വീകരിച്ചു. കത്തനാർ കുളിക്കാൻ പോയി. യക്ഷിയും വൃദ്ധയും കൂടി ഭക്ഷണത്തിനുള്ള എല്ലാം കാലമാക്കി. കുളി കഴിഞ്ഞ് ഊണ് കഴിച്ച് വിശ്രമത്തിനായി കത്തനാർ കുറച്ചു നേരം കിടന്നു. വൃദ്ധയും യക്ഷിയും ഓരോ നാട്ടുവർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കിട്ട് മറ്റൊരു മുറിയിൽ ഇരുന്നു. യക്ഷിയുടെ ഇടതൂർന്ന തലമുടി അവർ വാത്സല്യത്തോടെ തലോടിക്കൊണ്ടിരുന്നു. നല്ല തലമുടി, ഞാനിത് ചീവി കെട്ടിത്തരാം. യക്ഷിയുടെ തലമുടി ഭംഗിയായി കെട്ടുവാൻ അവർ ചീർപ്പ് കൊണ്ട് തലമുടി ചീകുവാൻ തുടങ്ങി. ചീർപ്പ് എന്തിലോ ഉടക്കി. അവർ തലമുടി വകുന്നു മാറ്റി. അവിടെ ഒരു ഇരുമ്പാണി തറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. അയ്യോ മോളെ, നിന്റെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നു. ഇതെങ്ങനെ വന്നു? നിനക്ക് വേദനയില്ലേ? മരവിച്ചിരിക്കുകയായിരിക്കും, അതാ വേദനയില്ലാത്തത്. അത് ഊരിക്കളയാമോ? ഇപ്പോൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്, യക്ഷി പറഞ്ഞു. നിഷ്കളങ്കയായ ആ സ്ത്രീ ആണി വലിച്ചൂരി. അടുത്ത നിമിഷം യക്ഷി പൂർവ്വരൂപത്തിലേക്ക് രൂപം മാറി. വൃദ്ധ ഭയന്ന് പിന്നിലേക്ക് മാറി. അവൾ അദൃശ്യയായി അവിടെ നിന്നും കടന്നു കളഞ്ഞു. തൻ്റെ മുന്നിൽ അല്പം മുമ്പ് വരെ സംസാരിച്ചിരുന്നവൾ പെട്ടെന്ന് മാഞ്ഞുപോയപ്പോൾ വൃദ്ധ വല്ലാതെ പരിഭ്രമിച്ചു. അവർ ഓടിച്ചെന്ന് കത്തനാരെ വിളിച്ചുണർത്തി. അദ്ദേഹത്തോട് വിവരം പറഞ്ഞു.
തലയിലെ ആണി വലിച്ചൂരി എന്ന് കേട്ടപ്പോൾ, എന്നാൽ കാര്യം തെറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പുറത്തിറങ്ങി അവളുടെ പിന്നാലെ പുറപ്പെട്ടു. ചില ലക്ഷണങ്ങൾ കൊണ്ട് യക്ഷി വടക്കോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ കത്തനാർ വടക്കോട്ട് തന്നെ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ യക്ഷി അതിവേഗത്തിൽ പോകുന്നത് അദ്ദേഹം കണ്ടു. അവൾക്കൊപ്പം എത്താനായി കത്തനാരും വേഗത്തിൽ നടന്നു. അവർ ഇരുവരും മാന്നാർ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. പുഴക്കടവിലേക്ക് കത്തനാർ എത്തിയപ്പോൾ യക്ഷി വള്ളം നയിച്ച് പനയന്നാർ കടവിൽ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. കത്തനാർക്ക് പോകുവാൻ തൽക്കാലം അവിടെ വള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. വള്ളം തിരിച്ചെത്തിച്ച് പിന്നാലെ പോകുവാൻ വളരെ സമയമെടുക്കും. താനെത്തും വരെ അവിടെ നിൽക്കുവാൻ വേണ്ടി യക്ഷിക്കു നേരെ അദ്ദേഹം സ്തംഭന വിദ്യ പ്രയോഗിച്ചു. യക്ഷിക്ക് അവിടെ നിന്നും പിന്നീട് ചലിക്കുവാൻ സാധിച്ചില്ല. പിന്നെ അദ്ദേഹം വാഴയിൽ നിന്നും ഒരു തൂശനില മുറിച്ചെടുത്ത് മറുകരയിലേക്ക് പുറപ്പെട്ടു. മറുകരയിലെത്തിയ അദ്ദേഹം വേഗത്തിൽ യക്ഷിയുടെ സമീപം എത്തിച്ചേർന്നു. നീ എവിടെ പോകുന്നു? നിന്നെ ഞാൻ വിട്ടയക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ശക്തിയെ അതിജീവിക്കാൻ കഴിയാതെ യക്ഷി നിന്നു. ശക്തി ക്ഷയിച്ചു നിന്ന അവളോട് കത്തനാർ പറഞ്ഞു, ജനങ്ങളെ ഉപദ്രവിക്കുവാൻ ഇനി നിന്നെ ഞാൻ വിട്ടയക്കുകയില്ല. ജനങ്ങളെ ഇനിയും ഉപദ്രവിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്നെ ഞാൻ അറുത്ത് ഹോമിക്കും. ഞാൻ ആരെയും ഉപദ്രവിക്കാതെ ഇനി മുതൽ ഇവിടെ ഇരുന്നുകൊള്ളാം. തന്നെ സംഹരിക്കരുതെന്ന് യക്ഷി കത്തനാരോട് കേണപേക്ഷിച്ചു. ഇവിടെ ഇരുന്നു കൊള്ളാമെങ്കിൽ അങ്ങനെ സത്യം ചെയ്യുക. യക്ഷി സത്യം ചെയ്തു നൽകി. അന്നു മുതൽ അവൾ അവിടെ തന്നെ താമസമായി. യക്ഷിയെ അവിടെ കുടിയിരുത്തിയതിന് ശേഷം കത്തനാർ വീണ്ടും യാത്ര തുടർന്നു. അദൃശ്യമായിട്ടാണ് അവൾ അവിടെ കുടിയിരിക്കുന്നതെങ്കിലും കറുത്തവാവ്, വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അർദ്ധരാത്രി സമയത്തും മറ്റും ചിലർ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും കത്തുന്ന തീയായും ഇപ്പോഴും ചില കാലങ്ങളിൽ അവളെ കാണാറുണ്ട് എന്നാണ് കേൾവി. അവിടെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തെ പ്രധാനമാക്കി പറയുമ്പോൾ ജനങ്ങൾ ആ യക്ഷിയെ പനയന്നാർ കാവിലെ യക്ഷിയെന്നും ദേശപ്പേരിനെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ പരുമല യക്ഷിയെന്നും പറഞ്ഞു വരുന്നു. ആ യക്ഷി അവിടെ വന്നതിൽ പിന്നെ ആരെയും ഒരു വിധത്തിലും ഉപദ്രവിച്ചതായി കേട്ടുകേൾവി പോലുമില്ല. ഇതാണ് പനയന്നാർ കാവിലെ യക്ഷിയുടെ കഥ. ജനസേവനത്തിന് മാന്ത്രിക വിദ്യകൾ പ്രയോഗിക്കുന്ന കത്തനാരുടെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിക്കുവാൻ തുടങ്ങി. കുഞ്ചമൺ പോറ്റിയെ കാണാൻ തുഴക്കാരില്ലാതെ വള്ളവുമായി പുഴ കടന്നെത്തിയ കത്തനാരുടെ വള്ളം മത്സരബുദ്ധിയാൽ പോറ്റി ചാത്തന്മാരെ ഉപയോഗിച്ച് മരത്തിന് മുകളിൽ കയറ്റി വയ്ക്കുകയും മിടുക്കുണ്ടെങ്കിൽ മരത്തിന് മുകളിൽ നിന്നും വള്ളമിറക്കി തിരിച്ചു പോകാൻ പറയുകയും കത്തനാരുടെ കഴിവുകളെ പരിഹസിക്കാൻ തയ്യാറാവുകയും ചെയ്തു. താങ്കൾ വള്ളമിറക്കി തന്നില്ലെങ്കിൽ ഇല്ലത്തെ അന്തർജനങ്ങൾ വന്ന് വള്ളമിറക്കുമെന്ന് കത്തനാർ പറഞ്ഞു. കത്തനാർ വിചാരിച്ചാൽ അത് സാധിക്കുമോ എന്ന് ചോദിച്ച നിമിഷം അന്തർജനങ്ങൾ ഇല്ലത്തു നിന്നും പുറത്തു വരികയും വള്ളമിറക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. പരിഭ്രമിച്ച പോറ്റി വള്ളമിറക്കി കൊടുക്കുകയും ഇനി ഒരിക്കലും തമ്മിൽ മത്സരിക്കുകയില്ലെന്നും പരസ്പരം വാക്കു നൽകി ആജീവനാന്തം അവർ അത് പാലിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു. കാലം പിന്നെയും മുന്നോട്ടു പോയി. കടമറ്റം കത്തനാർ അനേകം നാടുകളിൽ സഞ്ചരിക്കുകയും വളരെയേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും അവയ്ക്കെല്ലാം ശാശ്വതമായ പരിഹാരം കാണുകയും അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ ഉന്നതസ്ഥാനീയനായ സഭയിലെ ഒരു ബാവ മലയാള രാജ്യം, അതായത് കേരളം, സന്ദർശിക്കുവാനായി എത്തിച്ചേരുകയും അദ്ദേഹം കടമറ്റം പള്ളി സന്ദർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ സ്വീകരിച്ച കടമറ്റത്ത് കത്തനാർ ചില പ്രത്യേക വസ്തുക്കൾ അദ്ദേഹത്തിന് കാഴ്ചവെച്ചു. അതൊന്നും ഇവിടെ ലഭിക്കുന്ന വസ്തുക്കൾ ആയിരുന്നില്ല. അത് കണ്ട് ബാവ ഏറെ സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ഈ കൂട്ടത്തിൽ ഒരു പച്ച മുന്തിരിക്കുല കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. പച്ച മുന്തിരിക്കുല എത്ര വേണമെങ്കിലും ഉണ്ടാകും. ഒരു മുന്തിരി കുഴിച്ചിട്ടാൽ 2 നിമിഷങ്ങൾക്ക് മുമ്പ് പച്ച മുന്തിരിങ്ങാക്കുല പറിച്ചെടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഓഹോ, എന്നാൽ അതൊന്ന് കാണണമെന്ന് ബാവയും പറഞ്ഞു. ഉടനെ കത്തനാർ ഒരു മുന്തിരിപ്പഴമെടുത്ത് പള്ളിമുറ്റത്ത് കുഴിച്ചിടുകയും
2 നിമിഷത്തിനുള്ളിൽ അത് മുളച്ച് പടർന്ന് അസംഖ്യം മുന്തിരികുലകൾ ഉണ്ടാവുകയും ചെയ്തു. ഇത് കണ്ട ബാവ അത്ഭുതത്തോടുകൂടി പച്ചമുന്തിരി പറിച്ചെടുത്ത് പരീക്ഷിച്ചു നോക്കി. കാഴ്ചയിലും സ്വാദിലും അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. വലിയ പുരോഹിതൻ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ആരോ ഒരാൾ വലിയ മാന്ത്രികനും ഇന്ദ്രജാലക്കാരനുമാണ് കത്തനാരെന്നും പച്ചമുന്തിരി ഉണ്ടാക്കിയത് ഇന്ദ്രജാലം കൊണ്ടാണെന്നും അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്ത് ധാരാളം മാന്ത്രിക ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ബാവയെ ഗ്രഹിപ്പിച്ചു. ഉടൻ ബാവ കത്തനാരുടെ വാസസ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെയുണ്ടായിരുന്ന മാന്ത്രിക ഗ്രന്ഥങ്ങളെല്ലാം എടുപ്പിച്ച് മുറ്റത്തിട്ട് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഉടൻ ആ ഗ്രന്ഥങ്ങളെല്ലാം പക്ഷികളെപ്പോലെ പറന്നുയരുവാൻ തുടങ്ങി. ബാവയും കൂട്ടരും എത്ര ശ്രമിച്ചിട്ടോ അവയിലൊന്നുപോലും നശിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ഒടുവിൽ ബാവ കത്തനാരെ അടുത്ത് വിളിച്ച് ഉപദേശിച്ചു. ഈ വക വിദ്യകളൊന്നും നമ്മൾക്ക് ചേർന്നതല്ല. ഇതിനെ സഭയ്ക്കും സഭാവിശ്വാസികൾക്കും അംഗീകരിക്കുവാൻ സാധിക്കുകയുമില്ല. സഭാവിശ്വാസികൾക്ക് ഒട്ടും ചേർന്നതല്ല ഈ വക വിദ്യകളൊന്നും. അതിനാൽ ഇനിമേലിൽ നീ മന്ത്രവാദം ചെയ്യരുത്. എൻ്റെ വാക്കുകൾ അനുസരിക്കുക. ഞാൻ ദൈവത്തെ മറന്നും ജനങ്ങൾക്ക് ഉപദ്രവമായും യാതൊന്നും ചെയ്യുന്നില്ല, മേലാൽ ചെയ്യുകയുമില്ല. പഠിച്ച വിദ്യ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ചെയ്യരുതെന്ന് കൽപ്പിക്കുന്നത് സങ്കടകരമാണ്. മറ്റുള്ളവരുടെ പ്രശ്നപരിഹാരത്തിനല്ലാതെ എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനോ സ്വയരക്ഷയ്ക്കോ ഞാൻ ഒരിക്കലും പഠിച്ച വിദ്യ പ്രയോഗിക്കില്ല. കത്തനാർ സത്യം ചെയ്തു. സന്തുഷ്ടനായ ബാവ അദ്ദേഹത്തെ ആശീർവദിച്ച് അവിടെ നിന്നും പുറപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എല്ലാത്തിനോടും വിരക്തി തോന്നുവാൻ തുടങ്ങി. ഈ സമയം പാതാള ലോകത്ത് പ്രധാന പുരുഷൻ്റെ അടുത്തേക്ക് ചങ്ങല ധരിച്ച ഭീകരരൂപി ഓടിയെത്തി. നമ്മൾ കാത്തിരുന്ന സന്ദർഭം വന്നെത്തിയിരിക്കുന്നു. ഇനി മുതൽ അവൻ സ്വയരക്ഷയ്ക്കായി വിദ്യകൾ പ്രയോഗിക്കില്ല എന്ന വാക്കു നൽകിയിരിക്കുന്നു. വർഷങ്ങളായി നമ്മൾ കാത്തിരുന്ന ആ ദിവസമാണ് വന്നു ചേർന്നിരിക്കുന്നത്. നമ്മുടെ നിയമങ്ങൾ തെറ്റിച്ച് നമ്മളെ വിഡ്ഢികളാക്കി ഇവിടെ നിന്നും പുറപ്പെട്ടു പോയവനെ തിരികെ കൊണ്ടുവരാൻ പറ്റിയ സമയമാണ്. ഞങ്ങൾക്ക് അനുവാദം നൽകിയാലും ഈ തവണ ഞാൻ നയിക്കും. എന്ത് വില കൊടുത്തും ഈ പ്രാവശ്യം അവനെ ഞങ്ങൾ തിരികെ കൊണ്ടുവരും. പ്രധാന പുരുഷൻ അവരോട് പറഞ്ഞു. അവൻ്റെ സ്വയരക്ഷയ്ക്ക് പഠിച്ച വിദ്യ പ്രയോഗിക്കില്ല എന്ന് സത്യം ചെയ്തത് അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. അവൻ നമ്മളെപ്പറ്റി ഇതുവരെയും ഒരു രഹസ്യവും വെളിപ്പെടുത്തിയിട്ടുമില്ല. സത്യം പാലിക്കാനുള്ള കഴിവും ദൈവാധീനവും നന്മയും അവനെ സംരക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തവണയും അവനെ ജയിക്കുവാൻ പ്രയാസമായിരിക്കും. എങ്കിലും നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ, പുറപ്പെട്ടുള്ളൂ. തലവൻ പറഞ്ഞു. വർദ്ധിച്ച വീര്യത്തോടെ കാടിളക്കി അവർ പുറപ്പെട്ടു കടമറ്റത്തേക്ക്. മാനം ഇരുണ്ടുകൂടി. നേരം സന്ധ്യയായി. മറ്റേതോ ദിക്കിലേക്ക് എന്തോ ആവശ്യത്തിന് പോയിരുന്ന കത്തനാർ മടങ്ങി വരുന്ന വഴി അദ്ദേഹത്തിന് ഒരു ഉൾവിളി ലഭിച്ചു. ആരോ തന്നെ പിന്തുടരുന്നുണ്ട്. അദ്ദേഹം നടപ്പിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ സത്യമായിരുന്നു. ഇരുട്ടിൽ പാതാളവാസികളായ ഭീകരരൂപങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ഇവരെയെല്ലാം ഇല്ലാതാക്കുവാൻ തനിക്ക് സാധിക്കും. വേണ്ട, തൻ്റെ സ്വയരക്ഷയ്ക്കായി ഒരു വിദ്യകളും താൻ പ്രയോഗിക്കുകയില്ല. ഇത് താൻ ബാവയ്ക്ക് കൊടുത്ത വാക്കാണ്. അത് പാലിക്കുക തന്നെ വേണം. കടമറ്റം കത്തനാർ മരണം വരെ വാക്കു തെറ്റിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മരവിപ്പ് നിറയുവാൻ തുടങ്ങി. എല്ലാം അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഇനിയും പാതാളത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് അത് വയ്യ. പിടിക്കപ്പെട്ടാൽ തൻ്റെ മരണം അവർ തീരുമാനിക്കും. പാടില്ല, താൻ പിടികൊടുക്കില്ല. ഇവർക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകണം. തീർച്ചയായും അത് തൻ്റെ ദേവാലയമാണ്. എത്രയും വേഗം കടമറ്റം പള്ളിയിലെത്തണം. തൻ്റെ പിന്നിൽ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഹുങ്കാര ശബ്ദം അദ്ദേഹം കേട്ടു. ആർത്തലച്ചു വരികയാണ് അവർ, പാതാളവാസികൾ. വർഷങ്ങൾ സൂക്ഷിച്ചു വെച്ച പകയുമായി.
അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ മുന്നിലേക്ക് കുതിച്ചു. പതറാതെ പള്ളിയുടെ നേർക്ക് അദ്ദേഹം നീങ്ങി. പിന്നാലെ പറന്നെത്തിയ പാതാളവാസികൾ വേഗത കുറച്ചു. ഒരവസരത്തിനായി അവർ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാൻ കുറച്ചു സമയം കൂടി ബാക്കിയുണ്ട്. കത്തനാർ പള്ളിയുടെ കവാടത്തിന് മുന്നിലെത്തി. ആ വലിയ വാതിൽ അത് അടഞ്ഞുകിടക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ആ വാതിൽ തുറക്കുവാൻ കഴിഞ്ഞില്ല. ഏതു നിമിഷവും താൻ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്തുടർന്നെത്തിയവർ പഴുതുകൾ പരതി നിൽക്കുകയാണ്. ആ കവാടത്തിന് മുന്നിൽ അദ്ദേഹം മുട്ടുകുത്തി. കരുണയുള്ളവളും സർവശക്തിയുമായ മാതാവേ, അവിടുത്തെ പുത്രനെ ഈ പിശാചുക്കളുടെ അടുത്തുനിന്നും സംരക്ഷിക്കണമേ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായതല്ലാതെ ഞാൻ ഇതുവരെ ഒരു ദോഷകരമായ പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എൻ്റെ എല്ലാ കഴിവുകളും സിദ്ധികളും മറ്റുള്ളവർക്ക് സഹായമായല്ലാതെ എനിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ പ്രയോഗിക്കില്ല. എന്നാൽ അവിടുന്ന് ഏൽപ്പിച്ച നിയോഗം പൂർത്തിയായി എന്ന് ഈ ഉള്ളവൻ വിശ്വസിക്കുന്നു. അതിനാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എത്രയും കരുണ നിറഞ്ഞ മാതാവേ, അവിടുന്ന് ഈ മകനോട് കരുണ കാണിക്കണമേ. ഈ ദുഷ്ടശക്തികളിൽ നിന്നും എനിക്ക് രക്ഷ നൽകണമേ. എനിക്ക് അവിടുന്ന് അഭയം നൽകണമേ. അദ്ദേഹം മാതാവിനോട് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു. നിസ്സഹായനായി പള്ളിയുടെ വാതിലിന് മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന കത്തനാരെ പിടികൂടുവാൻ പാതാളവാസികൾ കുതിച്ചെത്തി. ശക്തമായി ഒരിടിവെട്ടി അതിൻ്റെ വെള്ളി വെളിച്ചത്തിൽ പള്ളിക്ക് നേരെ ഓടിയെടുക്കുന്ന ഭീകരരൂപികളെ അമ്പരപ്പിച്ചുകൊണ്ട് പള്ളിയുടെ വാതിൽ മലർക്കെ തുറന്നു. വിടർന്ന കണ്ണുകളോടെ കത്തനാർ മാതാവിൻ്റെ തിരുസ്വരൂപം കണ്ടു. അവിടെ നിന്നും പുറപ്പെട്ട ദിവ്യപ്രകാശം അദ്ദേഹത്തിന് സംരക്ഷണ കവചമൊരുക്കി. കത്തനാർ പള്ളിയിലേക്ക് പ്രവേശിച്ചു. പള്ളിയുടെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. പിന്തുടർന്നെത്തിയവർ ശക്തമായി വാതിലിൽ അടിച്ചു. പരാക്രമത്തോടെ അവർ പള്ളിക്ക് ചുറ്റും വട്ടമിട്ട് നടന്നു. ശക്തമായി പള്ളിയുടെ ഭിത്തിയിൽ ചങ്ങല കൊണ്ട് പ്രഹരിച്ചു. ആയുധങ്ങൾ ഉപയോഗിച്ചു. അവർ പള്ളിയുടെ വാതിൽ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പള്ളി ഭീകരമായി വിറച്ചുകൊണ്ടിരുന്നു. ചങ്ങല കൊണ്ടുള്ള അടിയേറ്റ് ദേവാലയത്തിൻ്റെ ഭിത്തികളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. വാതിൽ വിറച്ചു തുള്ളി. സർവശക്തിയും പ്രയോഗിച്ചിട്ടും പള്ളി തകർക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ മാന്ത്രികതയുടെ എല്ലാ സാധ്യതകളും പ്രയോഗിച്ചുകൊണ്ടിരുന്നു. അവർ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ശക്തമായ മാന്ത്രിക വിദ്യകൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. കനത്ത ശബ്ദത്തോടെ ഇടിമുഴങ്ങി. ഭൂമിയിൽ നിന്നും പൊടിപടലങ്ങൾ മുകളിലേക്ക് കുതിച്ചുയർന്നു. പൊടുന്നനെ അത് ശക്തി പ്രാപിച്ചു. അതിഭീകരമായ കൊടുങ്കാറ്റായി രൂപാന്തരപ്പെട്ടു. അതിൽപ്പെട്ട് വൻമരങ്ങൾ കടപുഴകി. ഹുങ്കാര ശബ്ദത്തോടെ മഴയുടെ അകമ്പടിയിൽ അവർ സൃഷ്ടിച്ച കൊടുങ്കാറ്റ് പള്ളിയുടെ പരിസരത്തേക്ക് കുതിച്ചെത്തി. എന്നാൽ പള്ളിക്ക് ക്ഷതമേൽപ്പിക്കുവാൻ ആ കൊടുങ്കാറ്റിന് സാധിച്ചില്ല. അടഞ്ഞ വാതിൽ തുറക്കുവാനും പള്ളി തകർത്ത് കത്തനാരെ പിടികൂടാനുമുള്ള പാതാളവാസികളുടെ ശ്രമങ്ങൾ വീണ്ടും പരാജയപ്പെട്ടു. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച കത്തനാർ പിന്നീട് മടങ്ങി വന്നില്ല. അതുവഴി അന്തർധാനം ചെയ്തുവെന്ന് വിശ്വസിക്കുന്നവരും കത്തനാർ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. മരണാസന്നനായ പാതാള ലോകത്തെ ഗുരുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹം പാതാള ലോകത്തിലേക്ക് പോയി എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അദ്ദേഹം പാതാള ലോകത്തേക്ക് കടന്നു കളഞ്ഞു എന്നാണ് മറ്റൊരു വിശ്വാസം. മൂവാറ്റുപുഴയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴി 10 കിലോമീറ്റർ അകലെയാണ് കടമറ്റം പള്ളി സ്ഥിതി ചെയ്യുന്നത്. കടമറ്റത്ത് കത്തനാരുടെ വീട് ഇരുന്ന സ്ഥലം ഇന്ന് ഒരു പള്ളിയാണ്, പോയേടം പള്ളി. കുറച്ച് മാറി പോയേടം കിണറും സ്ഥിതി ചെയ്യുന്നു. പാതാളത്തിലെ തൻ്റെ ഗുരുനാഥനെ കാണുവാൻ വേണ്ടി കത്തനാർ ഇടയ്ക്കിടയ്ക്ക് ഈ കിണറ്റിലൂടെയാണ് യാത്ര ചെയ്തതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഈ കിണറിനെ പാതാള കിണർ എന്നും വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളെപ്പറ്റി പല കഥകളും കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നിനും വ്യക്തമായ ഒരു കാര്യങ്ങളും പ്രതിപാദിക്കുന്നില്ല. തന്ത്രങ്ങളും മന്ത്രങ്ങളും ആലേഖനം ചെയ്ത താളിയോല കയ്യെഴുത്ത് പ്രതികളടങ്ങുന്ന ഒരു രഹസ്യ നിലവറ ഇപ്പോഴും കടമറ്റം പള്ളിയിലുണ്ട്. എല്ലാം
സുരക്ഷിതമായി 27 പൂട്ടുകളാൽ പൂട്ടി സൂക്ഷിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ രേഖകളിൽ നിന്നും ഒരു വാക്കുപോലും ഉച്ചരിക്കുവാനോ വായിക്കുവാനോ പാടില്ല എന്ന് പൂർവികർ വിശ്വസിച്ചിരുന്നു. വിശേഷിച്ചും മന്ത്രങ്ങളുടെ മാന്ത്രിക ഫലങ്ങളെ ഇല്ലാതാക്കുവാൻ കഴിയുന്ന അക്ഷരത്തെറ്റുകൾ സംഭവിക്കുവാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തമായ ഒരു ധാരണയില്ലാതെ അവ വായിക്കുവാൻ പാടില്ല എന്ന് പലരും പറയുന്നുണ്ട്. താളിയോലകളിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച വിവരങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ പിൽക്കാലത്ത് നാട്ടിൽ അറിയപ്പെടാൻ ഇടയായതെന്നും നാട്ടുകാർ പറയുന്നു. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിയ ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന കൃതിയിൽ കത്തനാരുടെ മാന്ത്രിക പ്രവൃത്തികൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടമറ്റത്ത് കത്തനാരുടെ മാന്ത്രിക പ്രവൃത്തികൾ ആ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ പ്രശസ്തമായ ഒരേടായി ഇന്നും നിലനിൽക്കുന്നു. ഇരുട്ടിൻ്റെ നിഴൽ രൂപങ്ങളെ ഭയപ്പെട്ടിരുന്ന ബാല്യത്തിൽ കടമറ്റത്ത് കത്തനാരെ കഥയായി കേട്ട കാലത്ത് ആരാധനയോടെ മനസ്സിൽ തെളിയുന്ന ആ മഹാമാന്ത്രികൻ്റെ രൂപം, ഇരുട്ടിൻ്റെ ദുഷ്ടശക്തികളെ നേരിടാൻ മന്ത്രവടി വായുവിൽ ചുഴറ്റി പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മളുടെ അരികിലേക്ക് നടന്നെത്തുന്ന മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരുടെ രൂപം.